നമ്മൾ ഇന്നത്തെ വീഡിയോ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഫസ്റ്റ് തന്നെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ വെയർ ചെയ്തേക്കുന്ന സെറ്റ് മുണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസ് എന്ന് പറയുമ്പം ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഫസ്റ്റ് കൊടുത്ത സാരിയുടെ ബ്ലൗസാണ് കേട്ടോ. ഞാൻ അതിന് സൈഡിലൊരു ഫോട്ടോ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അന്നിട്ട ബ്ലൗസ് ഞാൻ പിന്നെ ഇപ്പോഴാണ് ഇടുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ബഞ്ചാരാസിൻ്റെ റോസ് വാട്ടേഴ്സും നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഫേസിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജോയ് സ്കിൻ ഫ്രൂട്ടിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം എടുക്കുന്നുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മുടെ സ്കിന്നെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏകദേശം ഇത് തീരാറായിട്ടുണ്ട്. അത്രത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് 200 രൂപയ്ക്ക് അകത്ത് വാങ്ങാൻ പറ്റും നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അങ്ങനെ അത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഞാനിവിടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റനിങ് ലിപ് ബാം എടുക്കുന്നുണ്ട്. അടിപൊളിയാണ്, സൂപ്പറായിട്ടുള്ള ലിപ് ബാമാണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ ബെല്ലാ വിറ്റ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് നല്ല വെയിലാണ്, അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. 2 ഫിംഗർ റൂളിൽ ഫേസിൽ നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് SPF 15 ഉണ്ട്, PF 4+ അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് അലോവേര ജെല്ല്, ഗ്ലിസറിൻ, അതുപോലെ തന്നെ വിറ്റാമിൻ E ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു വൈറ്റ് കാസ്റ്റ് പോലെ ആദ്യം തോന്നുമെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവും. സോ ഇനി നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡാസ്ലറിൻ്റെ പ്രൈമർ എടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മളെ ഫേസിൽ കൂടുതൽ നമ്മൾ എവിടേക്കാണോ വിയർക്കുന്നത് ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രൈമർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം അലോവേര ജെല്ലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫേസിൽ നെക്കിലൊക്കെ ഡാർക്കായിട്ടുള്ള ഏരിയയിലൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഫേസിൽ നെക്കിലൊക്കെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഞാൻ കൈവച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് കൈവച്ച് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ, ബ്ലെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് കൈവച്ച് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ നല്ലത് കൂടിപ്പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം നല്ല രീതിയിൽ എനിക്ക് വൈറ്റ് കാസ്റ്റ് അടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയിട്ട് നോക്കിയപ്പം എനിക്ക് അത് മാച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ ഞാൻ എടുത്ത ഷെയ്ഡും കാര്യങ്ങളും ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പം നമ്മുടെ ഡെസ്കി സ്കിന്നുകാർക്കൊക്കെ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ. അങ്ങനെ അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഐ മേക്കപ്പിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ഐ മേക്കപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, എങ്കിൽ തന്നെ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് അറിയാമല്ലോ, അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ പാലറ്റ് എൻ്റെ കയ്യിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തറയിൽ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ 2-3 ഷെയ്ഡൊക്കെ തറയിൽ പൊട്ടിപ്പോയി. അങ്ങനെ ഇതിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. 2 കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈവച്ച് തന്നെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡ് ഞാൻ എടുക്കുന്നുണ്ട്. ആ ഒരു ഷെയ്ഡുകൾ ഞാൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഏത് കളറാണ് ഞാൻ എടുത്തതെന്നുള്ളത്. അപ്പോൾ നന്നായിട്ടൊരു ഗ്ലിറ്ററിങ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രസമായിട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് കണ്ണ് എഴുതാം. അതിനായിട്ട് ഞാനിവിടെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഐലൈനർ എന്ന് പറയുന്നത് ഡാസ്ലറിൻ്റെ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത് ഓൺലൈൻ വഴിയും അല്ലാതെ കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. അങ്ങനെ 2 കണ്ണിലും നല്ല വാലിട്ട് എഴുതുമ്പോഴേ നമുക്ക് നല്ല ഭംഗി തോന്നും കേട്ടോ. ഈ ഒരു ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെ നമ്മൾ എന്തായാലും വാലിട്ട് എഴുതുമ്പോഴേ ആ ഒരു ഭംഗി നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. സോ 2 കണ്ണിലും എഴുതിയിട്ടുണ്ട്. ശേഷം ഒരു കാജൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഒരു കാജൽ എടുക്കുന്നുണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ള കാജലാണ്, നമുക്ക് എല്ലാവർക്കും വാങ്ങാവുന്നതാണ് കേട്ടോ. സ്മച്ച് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിലൊരു 99 രൂപയ്ക്ക് അകത്താണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആ ഒരു റേറ്റിന് എന്തായാലും നല്ല വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അങ്ങനെ കാജൽ 2 കണ്ണിലും നല്ലൊരു നന്നായിട്ട് നല്ല ഡാർക്കായിട്ട് തന്നെ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 2 കണ്ണിനും ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു മസ്കാരയാണ്. ഇതും
നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. സ്മച്ച് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലാഷസിന് നല്ല ലെങ്ത്ത് നമുക്ക് തോന്നിക്കും. എന്തുകൊണ്ടും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മസ്കാരയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മസ്കാരയാണ് കേട്ടോ. ഇപ്പം നമുക്ക് നേരിട്ട് ഈ ഫോണിൽ കൂടി ഇങ്ങനെ കാണാൻ പറ്റത്തില്ലെങ്കിൽ തന്നെയും നമ്മളല്ലാതെ കണ്ണാടിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ കണ്ണ് നല്ല വിടർന്നിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴും തന്നെ നമ്മൾ ആ ഒരു ലുക്കിലൊരു ഭംഗി തോന്നത്തുള്ളൂ. ഇനി ഞാൻ പൊട്ട് വെച്ച് കൊടുക്കുകയാണ്. സാധാരണ എന്ന് വട്ടപ്പൊട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ചെറുതായിട്ട് ഒരു ഗോവി പൊട്ട് പോലെ വരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലിപ്സ് ലൈൻ ചെയ്യാനായിട്ട് മാർസിൻ്റെ ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ലിപ്സ് ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ലിപ്സിനൊരു ഡെഫിനിഷൻ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ലിപ്സ്റ്റിക് ഇടാനേ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഈ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്താലും നമുക്ക് ലിപ്സ്റ്റിക് പോലെ എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ഒരു ഡെഫിനിഷൻ നമുക്ക് ലിപ്സിന് കിട്ടും ഈ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നല്ലൊരു പിഗ്മെൻറ്റേഷൻ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത്. ലിപ്സ്റ്റിക് ഇട്ട വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂസ് ചെയ്ത ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചത്. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ്. മൽബറി ബ്രൗൺ എന്ന ഷെയ്ഡാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു പിഗ്മെൻറ്റേഷൻ തരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. നമ്മൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിലൊക്കെ നല്ലോണം തിളങ്ങി നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു ബ്ലഷ് ഇടാവുന്നതാണ്. നല്ലൊരു പിഗ്മെൻറ്റേഷൻ ഒറ്റ സ്ട്രോക്കിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 2 കവിളിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ അപ്ലൈ ചെയ്തപ്പം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് ബ്ലെൻഡ് ചെയ്തപ്പോഴത്തേക്കും നല്ലൊരു നാച്ചുറൽ ലുക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. സോ എന്തുകൊണ്ടും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ബ്ലഷ് ഇട്ടപ്പോഴത്തേക്ക്. പിന്നെ ഞാൻ വളയിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള 2 വളയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു സ്റ്റോറിൽ നിന്നിട്ട് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 കമ്മൽ ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ മാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു മാലയാണ് കേട്ടോ. ഇതിന് ഇയറിങ്സ് ഉണ്ടായിരുന്നു. അത് ചെറിയൊരു ഇയറിങ്സ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഇയറിങ്സ് എടുത്തതേ ഉള്ളൂ. ഇനി നമ്മൾ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് മുടി ഇതുപോലെ ഓരോ സെക്ഷനാക്കി മെടഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഒരു ടിക് ടാക് ക്ലിപ്പ് വെച്ച് നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഹെയർ സ്റ്റൈൽ സാരി, കുർത്ത, ലെഹങ്ക അങ്ങനെ ഒട്ടുമിക്ക ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഈ ഒരു ക്ലിപ്പും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു മെടഞ്ഞു വെച്ച ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പഫ് പോലെ വരും. അത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇനി നമ്മളെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് മുല്ലപ്പൂവ്. ഫേക്ക് ഫ്ലവേഴ്സാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ടുള്ള ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫേക്ക് ഫ്ലവേഴ്സ് നമുക്ക് മുടിയുടെ അടിയിൽ കൂടെ എടുത്തിട്ട് അത് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ടിക് ടാക് ക്ലിപ്പ് വെച്ച് നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുല്ലപ്പൂ കൂടെ വെച്ചാൽ മാത്രമേ നമ്മൾ ഓവറോൾ ഒരു ഓണം മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ലാസ്റ്റായിട്ട് ഞാൻ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്ന് ചന്ദനോട് തൊട്ട് കൊടുക്കുന്നുണ്ട്. ചന്ദനോട് തൊട്ടാൽ മാത്രമേ നമ്മളൊരു ഓണം വൈബ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ലാസ്റ്റായിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഓണം മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നും അല്ല. എങ്കിൽ തന്നെയും എല്ലാ വീഡിയോസും നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള അതറിയാമല്ലോ. ഇതൊക്കെ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യണമെന്ന് നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാനൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തതാണ്. സോ എനിക്ക് എന്തായാലും ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഇനി മറ്റു വീഡിയോ കാണാം. ബൈ.